യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഇന്ന് ഞാൻ വായിക്കുന്നത് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിലെ 86 സന്ദേശം. ആ സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് പറയുന്നത്: ഇക്കാലത്ത് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കറിയാം, ഈശോ ഈ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലൊക്കെ സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സാധാരണ നമുക്ക് തോന്നും ഇതൊക്കെ വെറുതെ സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതൊന്നും യാഥാർത്ഥ്യമൊന്നുമല്ല, ഇതൊക്കെ വെറും ഉപമയാണ്, സാഹിത്യമാണ് എന്നൊക്കെയുള്ള ഒരു ധാരണ പൊതുവെ മിക്കവർക്കും ഉണ്ട്. എനിക്ക് ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നിയിരുന്നു. ചിന്തിക്കുന്നത് എങ്ങനെയാണ്, സ്വർഗത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ നിക്ഷേപം, അല്ലെങ്കിൽ പണത്തിൻ്റെ ആവശ്യം എന്താണ്, സ്വർഗത്തിൽ പണമുണ്ടോ, അങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ചിന്തകളും സംശയങ്ങളൊക്കെ ആദ്യകാലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയമൊക്കെ പിന്നീട് ക്രമേണ മാറ്റി തന്നു. അപ്പോൾ ആ വിഷയം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്: ഇക്കാലത്ത് നിരവധിയായ നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലത്ത് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും എന്ന് പറയുമ്പോൾ, ഒത്തിരി നിഷ്കളങ്കരായ മനുഷ്യർ പാപം ചെയ്ത് ആത്മീയ നാശം സംഭവിച്ചു പോയിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ വളരെ വിശുദ്ധരായ മനുഷ്യരായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു. അതുപോലെ തന്നെ വളരെ ആത്മീയ കൃപകളുള്ള മനുഷ്യരായിരുന്നു. എനിക്കങ്ങനെ അറിയാം, പലരെയും അറിയാം. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൈശാചികതയെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ലാത്തത് കൊണ്ടും അവർ ഈശോയിൽ കൃത്യമായി ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടും ഈശോയെ കൂടുതൽ സ്നേഹിക്കാത്തത് കൊണ്ടും പിന്നെ നിത്യജീവനെക്കുറിച്ച് യാതൊരുവിധ ചിന്തകളും, അങ്ങനെ ഒരു ചിന്തയോ കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് എല്ലാം കൂടി മൊത്തത്തിലാണ് ഇവരിങ്ങനെ നശിച്ചു പോയത്. അപ്പോൾ അങ്ങനെയുള്ളവരെ പിശാച് ഇരയാക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആത്മീയ നാശത്തിൽ ഈ പിശാച് പെട്ടെന്ന് കൊണ്ടുപോകും. പ്രത്യേകിച്ച് നമുക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വ്യക്തമായ ചിന്തകളോ കാഴ്ചപ്പാടോ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായും പിശാച് നമ്മളെ നരകത്തിൽ എത്തിച്ചിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇക്കാലത്ത് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. അപ്പോൾ ഈ നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടുമെന്ന് പറയുമ്പോൾ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്, ആത്മീയമായിട്ടും ശാരീരികമായിട്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് അത് നിഷ്കളങ്കത മാത്രമല്ല, അവർക്കൊത്തിരി ആത്മീയ കൃപകളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരാണ്. വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഒരു ദൈവീയ കൃപയൊക്കെ ഉള്ള മനുഷ്യരായിരുന്നു. അവരെ ചിലരെയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആത്മീയമായിട്ടുള്ള നിറവുണ്ടാകുമായിരുന്നു. കാര്യം അവർ വലിയ പ്രാർത്ഥനക്കാർ, വലിയ സംഭവമൊന്നും ആയിരിക്കുക, പക്ഷേ അവരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം, സ്വസ്ഥത, ഒരു സന്തോഷം, അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഇങ്ങനെ നിരാശ കൊണ്ടും ജീവിതത്തിലെ സഹനങ്ങളിങ്ങനെ കഠിനമായ സഹനം കൊണ്ടും നിരാശ കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും എല്ലാം അവർ നിഷ്കളങ്കരാണ്. ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ദുശീലങ്ങൾക്കെല്ലാം അടിമപ്പെട്ട് ഇങ്ങനെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നശിച്ചുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ കേട്ടിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതം ഒന്ന് വീണ്ടും ഈശോയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വീഡിയോസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഈശോ പറയുന്നത് അതാണ്: ഇക്കാലത്ത് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. അപ്പോൾ ഇത് കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും, തനിക്കെന്താണ് വിഷമമെന്നൊക്കെ ചോദിക്കും.
ശരിക്കും ഈ ആത്മീയ നാശം വരുന്ന മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡൻറ്റിലൊക്കെ പെട്ട് മനുഷ്യർ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എന്തൊരു കഷ്ടമായിപ്പോയി എന്നൊക്കെ നമ്മൾ വിചാരിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഭയങ്കര ഒരു വിഷമം ഈ ആത്മീയമായിട്ട് കൃപയുള്ളവരും നിഷ്കളങ്കരുമായ മനുഷ്യർ ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ തോന്നാറുണ്ട്. അവരെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. നമുക്ക് പിന്നെ ഈ ആക്സിഡൻ്റ് ആയിട്ടുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് രക്ഷിച്ചെടുക്കാമെന്ന് വെക്കാം. പക്ഷേ ഈ ആത്മനാശം വന്നവരുടെ കാര്യത്തിൽ നമുക്കങ്ങനെ യാതൊരുവിധ ഗ്യാരണ്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകർ, ഒത്തിരി ശുശ്രൂഷകർ വളരെ നിഷ്കളങ്കരായ വളരെ കൃപകളുള്ള ആത്മീയ ഈശോയുടെ ശുശ്രൂഷകർ ഒത്തിരി പേര് നശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമം തോന്നും. അപ്പം നമുക്കിങ്ങനെ തോന്നുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. എനിക്ക് പലരെയും അറിയാം, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, കാര്യമൊക്കെ പറ്റിയതൊക്കെ പോട്ടെ, നിങ്ങൾ തിരിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ഇനിയിപ്പോൾ വലിയ ശുശ്രൂഷയൊന്നും ചെയ്യാൻ സാഹചര്യം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയും ഒരു ധ്യാനം, അതായത് ഈശോയോടൊപ്പമുള്ള ഒരു ജീവിതം നിങ്ങൾ വീണ്ടും ആ പഴയ ക്രമത്തിലേക്ക് വരാൻ പറയാറുണ്ട്. പക്ഷെ അവർക്കതും മനസ്സാകുന്നുമില്ല, അല്ലെങ്കിൽ അവർ അന്നേരത്തേക്കും ആ പാടെ നിരാശരായിട്ടുണ്ടാവും. അങ്ങനെ മൊത്തത്തിലൊരു നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്ക് ഭയങ്കര വിഷമമാണ്. ആ ഒരു പ്രതിസന്ധി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരാതിരിക്കുക, പാപത്തിൽ വീണ് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ഈ ആത്മീയ ശുശ്രൂഷകർ. അപ്പോൾ ഇക്കാലത്ത് നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഈ മനസ്സിലാക്കുക, ഈ നിഷ്കളങ്കരായ മനുഷ്യരെ പൊതുവെ ഈശോ പ്രത്യേകം ഈശോയുടെ വിളിയിലേക്ക് മാറ്റി നിർത്തിയേക്കുന്നതാണ്, ഈശോയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയേക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയോട് ചേർന്ന് നിന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാനും പ്രയത്നിക്കാനും വേണ്ടിയിട്ട് ഈശോ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നിഷ്കളങ്കരായ മനുഷ്യരുടെ ത്യാഗവും പ്രാർത്ഥനയും സഹനങ്ങളും വഴിയാണ് അവരുടെ കുടുംബവും കുടുംബാംഗങ്ങളും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നിലനിൽക്കുന്നതും പുരോഗതി പ്രാപിക്കുന്നതും. പ്രത്യേകിച്ച് ഈ പൂർവീയശാപമൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ഈശോ ആ കുടുംബത്തിൽ നിന്ന് ഒരാളെ പ്രത്യേകം മാറ്റി നിർത്തിയിട്ടുണ്ടാകും. അവർ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആത്മീയ കൃപകളൊക്കെയുള്ള മനുഷ്യരായിരിക്കും. പക്ഷെ അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അവരിങ്ങനെ സാധാരണ മറ്റു മനുഷ്യരെ പോലെ ഞങ്ങളെല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഈ നിഷ്കളങ്കരായ മനുഷ്യരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ഈ തിന്മയുടെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായിട്ട് ഇങ്ങനെ മത്സരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായ കാര്യമാണ്. അവരെത്ര ബുദ്ധിയുള്ളവരായിക്കോട്ടെ കഴിവുള്ളവരായിക്കോട്ടെ ഈ ഭൗതിക ലോകത്തിൽ മറ്റു മനുഷ്യരുമായിട്ട് മത്സരിച്ച് മുന്നേറുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമമാണ്, ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവരെവിടെ ചെന്നാലും ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർ നേരിടേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ പൊതുവേ ഈ മനുഷ്യർക്ക് എന്താ പറ്റുന്നത്, അവർ പെട്ടെന്ന് നിരാശരാകും, തളർന്നു പോകും, ജീവിതം ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലാവും. എന്ത് പറ്റും, അവർ പ്രാർത്ഥന പൊതുവെ ഇവർക്ക് ഇങ്ങനെയുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായ പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി കഴിയുമ്പോൾ ഉള്ള പ്രാർത്ഥനയും കൂടെ തീരുകയും ചെയ്യും, നിർത്തുകയും ചെയ്യും. പിന്നെ ഇവർക്കൊരു സമാധാനത്തിന് വേണ്ടി ഇവർ മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് പോകും. അല്ലെങ്കിൽ ദൈവത്തെ പഴിച്ച് ദൈവത്തെ ദ്വേഷിച്ച് വെറുത്ത് ദൈവത്തിൽ നിന്ന് ഈശോയിൽ നിന്നകന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവർ തകർന്നു. അതുവഴി ആ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഈ മനുഷ്യനിലൂടെ ഈശോ ചൊരിയാനായിട്ട്
നൽകാനായിട്ട് കരുതിയിരുന്ന എല്ലാ ആത്മീയ കൃപകളും ലഭിക്കാതെ വരും. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ഈശോ നൽകാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന ആത്മീയ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ ആ കുടുംബം വളരെ ദുരിതത്തിലായി പോകും. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുകയും അറിയുകയും ഒരു കാലത്ത് ഞാൻ അനുഭവിക്കുകയും ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ഇവിടെ ഇങ്ങനെ പറയുന്നത്, അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ശുശ്രൂഷകരായ മനുഷ്യരുടെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. ഒരു കാലത്ത് നല്ല രീതിയിൽ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുകയും അവർ വലിയ ഫേമസ് ഒന്നും ആയിരിക്കില്ല, എന്നാൽ തന്നെയും അവരുടെ ആത്മാർത്ഥമായ ആത്മീയ ശുശ്രൂഷകൾ വഴി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കുടുംബമൊക്കെ വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ അത്യാവശ്യം ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരിങ്ങനെ നശിച്ചു പോകാതെ അവരെ ഈശോ സംരക്ഷിക്കുമായിരുന്നു. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ, അതായത് ഈ വ്യക്തി ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുകയും വെറും ഭൗതിക ജീവിതത്തിലേക്ക് തിരിയുകയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും ആ കുടുംബം മൊത്തത്തിൽ ആ ഈശോയുടെ സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ അവരിൽ നിന്ന് പിൻവലിക്കപ്പെടും, അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ വരും. അങ്ങനെ ആ കുടുംബം നശിച്ചു പോകും. എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടായി പറയാം. അപ്പോൾ അതുകൊണ്ട് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നിഷ്കളങ്കരായ നമ്മുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും അത്ര നിഷ്കളങ്കരൊന്നും ആയിരിക്കില്ല. തന്നെയല്ല, വേറൊരു കാര്യമുണ്ട്. പൊതുവെ കുടുംബങ്ങളിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ മുതുകത്താണ് എല്ലാവരും കൂടെ കയറുന്നത്. അത് നമുക്കറിയാം. കുടുംബത്തിൽ ഇത്തിരി മര്യാദയും മാന്യതയും ഉള്ളവനെ എങ്ങനെയും ക്രൂശിക്കുക എന്നാണ് ബാക്കിയുള്ളവർ ആലോചിക്കുന്നത്. അത് പൊതുവേ ഉള്ള ഒരു പ്രതിഭാസമാണ്. അത് കുടുംബത്തിൽ സമൂഹത്തിൽ പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തിരി നിഷ്കളങ്കരായ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർ കുറേ കൂടി പരിഗണനയും സ്നേഹമൊക്കെ ഉള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ അവർക്ക് പൊതുവേ ഒന്നും കാണുകയില്ല. അവർ വലിയ ശക്തരൊന്നും ആയിരിക്കില്ല. വലിയ ഭൗതികമായിട്ട് വലിയ മികവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ കഴിയുന്നത്ര സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ നയിക്കുക, അവരുടെ ജീവിതത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. എങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, മനസ്സിലാക്കുക. ഞാൻ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. പല കളികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ അഭ്യാസം ഇതൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ ആരെങ്കിലും നിഷ്കളങ്കരാണ്, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഇത്തിരി തീക്ഷ്ണതയൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാതെ, അവനെ കഴിവില്ലാത്തവനായിട്ട് ചിത്രീകരിക്കാതെ, അവനെ അവഗണിക്കാതെ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് കുടുംബാംഗങ്ങൾക്കുള്ളത്. അതാര് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അയാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഈ കുടുംബാംഗങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട. ഇനി അയാളുടെ പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ഫലം അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ മറ്റു കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നത്. അത് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഒരു കാലത്ത് ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാൻ മേലെ, ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യാൻ, ദേഷ്യപ്പെടുവാൻ. അപ്പം എനിക്കറിയാം, എനിക്ക് ഈ ആത്മീയമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഈശോ പണ്ട് തന്നെ എന്നെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. കാരണം ഇവർക്ക് ഇത് സാധാരണ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. അപ്പോൾ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൻ്റെ ഈ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിട്ട് എൻ്റെ കുടുംബത്തിലും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉള്ള ഒരു നിലനിൽപ്പും അതോടൊപ്പം തന്നെ അവർക്ക് ജീവിതത്തിൽ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു പുരോഗതിയൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വലിയ ലോട്ടറി അടിക്കുന്ന പരിപാടിയൊന്നുമല്ല, എന്നാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെങ്കിലും പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെനിക്കറിയാം. പക്ഷേ ഇത് അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അവർ പറയുന്ന നീ ഭ്രാന്ത് പറയുന്ന, നീ ഇങ്ങനെ ഒത്തിരി നമ്പർ പറയുന്നവനാണ് ഞങ്ങൾക്കറിയാമെന്ന് അവർ പറയും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാലഘട്ടത്തിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയൊക്കെ നിർത്തി, സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത്
എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ശുശ്രൂഷ ഒക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുമിത്രാദികളെയൊക്കെ അഫക്റ്റ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സ്വസ്ഥത നശിച്ചു. അത് അവരായിട്ട് നശിപ്പിച്ചതല്ല, ആ ദൈവിക സംരക്ഷണം അല്ലെങ്കിൽ ദൈവിക ദാനം ഈശോ നൽകിക്കൊണ്ടിരുന്ന ആ ഒരു നന്മകളൊക്കെ പതുക്കെ അങ്ങ് ഈശോ അങ്ങ് വലിച്ചു. അപ്പോൾ പിന്നെ കുറേയൊക്കെ ബുദ്ധിമുട്ടായി. ഇതെനിക്ക് മനസ്സിലായി, അവർക്ക് മനസ്സിലായിട്ടില്ല. കുറേ വർഷം കഴിഞ്ഞാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല നശിക്കുന്നത്, എൻ്റെ കുടുംബങ്ങളും ബന്ധുമിത്രാദികൾക്കൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലായതോടുകൂടി ഞാൻ വീണ്ടും ആദ്യം ഞാൻ ദുരിതത്തിലായി. അതോടൊപ്പം തന്നെ എൻ്റെ മറ്റ് ബന്ധുമിത്രാദികളൊക്കെ ഏറെക്കുറെ പ്രതിസന്ധിയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല എൻ്റെ ബാക്കി അങ്ങനെയൊക്കെയുള്ളവരും ഞാനുമായിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതം കൊണ്ടും സഹനം കൊണ്ടും ആത്മീയ ഭൗതികമായിട്ട് പുരോഗതി പ്രാപിക്കേണ്ടവരൊക്കെ നശിച്ചു പോകുന്ന മനസ്സിലായതോടുകൂടി ഞാൻ വീണ്ടും പഴയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഇന്നിങ്ങനെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ പറഞ്ഞ ബന്ധുമിത്രാദി എൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ ജീവിതം ഏറെക്കുറെ പഴയതുപോലെയൊക്കെ നോർമലായി. പിന്നീട് വലിയ പ്രതിസന്ധി ഉണ്ടായില്ല. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടംപോലെ, ഇതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമാണ്. ഇതിപ്പോൾ ആർക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്, ബാക്കി എല്ലാവരും ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരിക്കും. ഇയാളുമൊക്കെ മാത്രം ഒന്നും ഉണ്ടാവില്ല. ഇയാളെപ്പോഴും പ്രാർത്ഥിക്കാനും അങ്ങനെ പരിപാടിയൊക്കെ ഇട്ട് നടക്കും. ആൾക്കാർ അവന് വേറെ പണിയൊന്നുമില്ല, കണ്ടില്ലേ അവൻ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി, അവൻ എന്നാ നേടി എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് മറ്റുള്ളവരൊക്കെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നിലനിന്ന് പോകുന്നതെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. അതങ്ങനെയാണ്, മനസ്സിലാകുകയില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതെപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഘട്ടം എത്തുമ്പോൾ ഇവർക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങും. പക്ഷെ ആ സമയമാകുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ, ഈ സഹിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് അയാളുടെ ജീവിതം ഏറെക്കുറെ വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാമെന്ന് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് അത് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ തന്നെ നോക്കുക. അപ്പം ഞാൻ ഇഷ്ടംപോലെ ഉദാഹരണം പറഞ്ഞാൽ തീരെയല്ല. അപ്പോൾ കോമൺ ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നോക്കിയാലും അയൽവക്കത്തെ വീട്ടിൽ നോക്കിയാലും നാട്ടിൽ മൊത്തത്തിൽ നോക്കിയാലും ഇങ്ങനെയൊക്കെ ഒരു പ്രതിഭാസം നമുക്ക് പൊതുവേ കാണാൻ പറ്റും. പക്ഷേ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ളൊരു പ്രശ്നമാണിത്. അപ്പോൾ അത് തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് ഈ സ്വർഗത്തിലെ നിക്ഷേപത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ കൂടെ ഇതങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്വർഗത്തിലെ നിക്ഷേപം ഉണ്ടാക്കുന്നത്. സ്വർഗത്തിൽ എങ്ങനെയാണ് ഈ നിക്ഷേപം സംഭരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സ്വർഗത്തിലെ നിക്ഷേപം നമ്മൾ സംഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത്. മാനസാന്തരപ്പെടുക. അപ്പോൾ പൊതുവേ ആൾക്കാരുടെ ധാരണ ഇപ്പോൾ നമ്മൾ ഇത്തിരി വയ്യാതാകുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ പോരെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മരിക്കാൻ നേരത്തെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി എന്ന് നമ്മൾ പറയുന്നത് കാര്യമൊക്കെ ശരിയാണ്. മാനസാന്തരപ്പെടുക നല്ലതാണ്. പക്ഷെ അവിടെ വേറൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. വേറൊരു പ്രശ്നമുണ്ട്. ചോദ്യമല്ല, വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ മരിക്കാൻ നേരത്ത് അവന് മാനസാന്തരപ്പെടുന്നതെന്ന് വെച്ചു. എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ എന്താണ് നിക്ഷേപമായിട്ടുള്ള എന്താണുള്ളത്? സ്വർഗത്തിൽ ചെന്നു കാര്യമൊക്കെ ശരിയാണ്. എനിക്ക് അവിടെ എന്ത് നിക്ഷേപമുണ്ട്? എനിക്ക് എന്ത് സമ്പാദ്യമുണ്ട് സ്വർഗത്തിൽ? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ആ സ്വർഗീയ ലോകത്തിലെ അല്ലെങ്കിൽ ഈശോയുടെ രാജ്യത്തിൽ ഞാൻ ആരായി? സ്വർഗത്തിലെ പാവപ്പെട്ടവനായി. എനിക്ക് പലപ്പോഴും മനസ്സിലാക്കിയിരുന്നു ഈ മാതാവ് ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ സന്ദേശങ്ങളിലും ഒക്കെ ഈ പാവം ആത്മാവ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ പാവം ആത്മാക്കൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പാവം ആത്മാക്കൾ എന്ന് പറയുമ്പോൾ പാപികളായ ആത്മാക്കൾ എന്നല്ല, അത് വേറൊരു വശമാകാം. പക്ഷേ ഞാൻ പലപ്പോഴും ഈ പാവം ആത്മാക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കി വ്യക്തിപരമായിട്ട്
ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഈ പാവ ആത്മാവെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദരിദ്രരായ ആത്മാക്കളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ പാവം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ, ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ ദീർഘനാൾ കിടക്കുന്ന മനുഷ്യരെ എങ്ങനെയുള്ളവരായിരിക്കും? മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കാര്യമൊക്കെ ശരിയാവും, അത് ഭയങ്കര വൈകിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്യേണ്ടിയിരുന്ന സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും ഉപവാസവും ഉപപ്രവർത്തനങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യാതെ മറ്റാരുടെയൊക്കെ കണ്ണീരിൻ്റെയും വിലാപത്തിൻ്റെയും വേദനയുടെയും ഫലമായി ഈശോ അനുവദിച്ചു കൊടുക്കുന്ന ആ മാനസാന്തരത്തിൻ്റെ ഫലമായി അനുദപിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കളാണ് ശുദ്ധീകരണ സ്ഥലത്ത് ദീർഘകാലം അങ്ങനെ കിടക്കേണ്ടി വരും. അങ്ങനെയുള്ള ആത്മാക്കളെ സംബന്ധിച്ച് സ്വർഗത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടാവും, എന്ത് സമ്പാദ്യം ഉണ്ടാവും? അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഈശോ, ഈ സ്വർഗീയ സമ്പാദ്യത്തെക്കുറിച്ച് ഈശോ ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും കൂടി അങ്ങ് വായിച്ചേക്കാം. ഈ മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ തേങ്ങയ്ക്ക് പുട്ടിന് തേങ്ങ എന്ന് പറഞ്ഞ പോലെ പരിപാടി ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആവശ്യമായി മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതില്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. അത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. അപ്പോൾ ഈശോ എന്താ പറയുന്നത്? എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. ഇതാണ് പറയുന്നത്. ഇതാണ് നിക്ഷേപം, സ്വർഗീയ നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി ഇതുണ്ടോ ഇല്ലയോ എന്ന് ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. അതിപ്പോഴും പലർക്കും ഉണ്ട്. അതൊക്കെ ഉണ്ടോ, ഉള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്ന പല സാഹചര്യമുണ്ട്. അതിനുള്ള തെളിവ് ഞാൻ പറയാം. അതുപോലെ തന്നെ ഇതേ വചനം തന്നെ ഈ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. ഇതാണ് വിശുദ്ധ സെൻറ്റ് അന്തോണീസിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്ന ധനികനായ മനുഷ്യൻ്റെ ഹൃദയം പണസഞ്ചിയിൽ കണ്ടെത്തിയ ഒരു സംഭവം പറയുന്നുണ്ട്. അത് എപ്പോഴും പറയേണ്ട കാര്യമില്ല, അറിയാവുന്നവർക്ക് അറിയാം. ഇല്ലാത്തവർ ഈ ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു മനസ്സിലാക്കുക. ഇനി ഇതേ വചനം തന്നെ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ ഇതേ വചനം തന്നെ വീണ്ടും ഈശോ പറയുന്നുണ്ട്. ലൂക്ക 12-ാം അധ്യായം 33. അതിൻ്റെ അകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. ഞാനിത് പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ ഇങ്ങനെ അധികം പറയാറില്ല, ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും നമ്മൾ ബോധ്യപ്പെടണം, സ്വർഗത്തിൽ നമുക്ക് വലിയൊരു സമ്പാദ്യം ഉണ്ടാകണം. നമ്മൾ ഈ ലോക്കറിലൊക്കെ വെച്ചിരിക്കുന്ന സ്വർണം പോലെ നിക്ഷേപം, ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ ഇട്ടേക്കുന്ന പോലെ തന്നെ ഒരു ആത്മീയ നിക്ഷേപം, ആത്മീയ സമ്പത്ത് നമുക്ക് തീർച്ചയായും സ്വർഗത്തിൽ വേണം, ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ പാവം ആത്മാവെന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിലെത്തും. അവിടെ ഭിക്ഷാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു ജീവിത നിലവാരത്തിൽ നമുക്ക് നിത്യകാലം കഴിയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ പൗലോസേ പറയുന്നത് 3-ാം സ്വർഗം വരെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, 7 സ്വർഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുപോലെ ഞാൻ ദിനവൃത്താന്തത്തിനകത്ത് സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് അറിയാവുന്നവൻ മനസ്സിലാക്കുക. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ദിനവൃത്താന്തത്തിൽ സോളമൻ പറയുന്നതാണ്, സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും നിനക്ക് തികയുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 33 പറയുന്ന കാര്യം ഇതാണ്. 12-ാം അധ്യായം 33. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതർ നശിപ്പിക്കുകയോ ഇല്ല. നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെ നിൻ്റെ ഹൃദയവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ വാക്കുകളുടെയൊക്കെ പ്രയോഗം ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ.
ഈ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭൗതികമായിട്ടുള്ള ഈ സ്വത്ത്, സ്വർണം അല്ലെ പണം, ഇതൊക്കെ വിറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദാനധർമ്മം, തീർച്ചയായും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റൊരു സമ്പത്താണ്, നമുക്ക് മനസ്സിലാകാത്ത ഒരു സമ്പത്താണ് നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ, ആത്മീയമായിട്ടുള്ള കഴിവുകൾ. ഇതും നമ്മുടെ സമ്പത്താണ്. അപ്പോൾ ഇതും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. പ്രാർത്ഥിക്കാനുള്ള വരം അതൊരു ആത്മീയ സമ്പത്താണ്, ആത്മീയ കഴിവാണ്, ദാനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഈ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പൈസയുടെ ഇടപാട് മാത്രം ചിന്തിച്ചാൽ പോരാ. ആത്മീയമായിട്ടുള്ള കഴിവുകളും സിദ്ധികളും ബുദ്ധിപരമായ സിദ്ധികൾ ഒക്കെ. അതുകൊണ്ടാണല്ലോ ഈ അജ്ഞനെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പുണ്യമായിട്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അറിവില്ലാത്തവന് അറിവ് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പുണ്യമുണ്ട്. അത് ഈ സമ്പത്താണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കൽ, സേവനം ചെയ്യൽ, ഇതെല്ലാം ആത്മീയ സമ്പത്താണ്. ഇതൊക്കെ വിറ്റ് വേണം നമ്മൾ സ്വർഗത്തിൽ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുക. അതോടൊപ്പം തന്നെ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കും. ഈ ഒടുങ്ങാത്ത നിക്ഷേപം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മളീ പറയുന്നില്ല, ഇപ്പോൾ ഈ നമ്മുടെ എലോൺ മസ്ക് ട്രില്യനെയർ, ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ, ഇപ്പോൾ ബില്യനെയർ വരെ ഉള്ളൂ. ലോകത്തിലെ ആദ്യത്തെ ട്രില്യനെയർ എന്ന് പറയുമ്പോൾ എന്താ മലയാളത്തിൽ ട്രില്യനെയർ എന്ന് പറയുമ്പോൾ മൂന്ന് പിന്നെ കോടീശ്വരന്മാർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഡബിളാണ് ഈ ട്രില്യനെയർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടാനുകോടി രൂപയുടെ സമ്പത്ത്. നമ്മൾ പറയില്ലേ, ചില മനുഷ്യർ അവർക്ക് എവിടെയൊക്കെയാണ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പണ്ട് എനിക്ക് തോന്നുന്ന മൈക്രോസോഫ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അയാൾ ഓരോ സെക്കൻഡിലും ഏതാണ്ട് ലക്ഷങ്ങളാണ് അയാളുടെ കയ്യിലേക്ക് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് കോടി രൂപ പോയി കഴിഞ്ഞ് താഴെ വീണ് പോയാലും അയാളത് അയാൾ എടുക്കാനായിട്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ ഈ കയ്യിൽ നിന്ന് പോയ കോടിക്കണക്കിന് രൂപയേക്കാൾ വളരെയധികം പൈസ അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് പറയാം. അങ്ങനെ ഒരു സംഭവമുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞ പോലെ ഒടുങ്ങാത്ത നിക്ഷേപം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ നിസ്സാരം 5-10 എന്നല്ല, അളവില്ലാത്ത സമ്പത്ത്, ഒരിക്കലും എണ്ണിയാൽ തീരാത്ത സമ്പത്ത്, അതാണ് ഈശോ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ആത്മീയമായിട്ടുള്ള ധനശേഖരണമുണ്ട്. അങ്ങനെയുള്ള ഒരു സമ്പത്തിൻ്റെ ഉടമയെന്ന് പറയുന്ന ഒരാളാണ് രണ്ടാം ക്രിസ്തുവായ നമ്മുടെ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം എന്തുകൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നത്? അദ്ദേഹം ഈശോയെ പോലെ തന്നെ ആയിത്തീർന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത്, നിക്ഷേപത്തിൽ കണ്ടാലത് എന്തുമാത്രം പണമായിരിക്കും ഉണ്ടായിരിക്കും, നിക്ഷേപമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം എന്തുമാത്രമായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിക്ഷേപമാണ് അങ്ങേരുടെ കയ്യിലുള്ളത്. അതിൻ്റെ അത് പറയാൻ അതിൻ്റെ ഒരു വേറൊരു വശം കൂടി ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, ലോകത്തിൽ ഇന്നേ വരെ ഏറ്റവും കൂടുതൽ വിശുദ്ധരുണ്ടായിരിക്കുന്നത് ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച ആ ഒരു സന്യാസ സമൂഹത്തിൽ നിന്നും അതിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്നുമാണ്, അതിൽ നിന്ന് പിരിഞ്ഞുപോയ സന്യാസ സമൂഹങ്ങളിൽ നിന്നുമാണ്. മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ, സഭയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരുണ്ടായിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ സഭാസമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധർ ഉണ്ടായിരിക്കുന്നത്. അതിന്നും ആ ഒരു പതിവ് തുടരുന്നുണ്ട്. നമ്മൾ ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക വിശുദ്ധരുടെയും ഈ സഭാസമൂഹം എന്ന് പറയുന്നത്, സന്യാസ സമൂഹം എന്ന് പറയുന്നത് ഈ ഫ്രാൻസിസ് അസീസിയുടെ ആയിട്ട് ബന്ധപ്പെട്ട സഭാ സമൂഹത്തിൽ നിന്നാണ്, സന്യാസ സമൂഹത്തിൽ നിന്നാണ് അവർ ഉണ്ടായിരിക്കുന്നത്. അതാണ്, അങ്ങനെയുള്ള ടീമാണ് നമ്മുടെ വിശുദ്ധ അന്തോണീസ്. പിന്നെ നമ്മുടെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ, എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല, കുറേ പേര്. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് നമ്മുടെ ഈ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ. പിന്നെ ബൊനവെഞ്ചർ,
അങ്ങനെ കുറേ പേരുണ്ട്. നമ്മുടെ പാദരി പിയോ, ഇവരൊക്കെയാണ് നമ്മുടെ അസീസി, ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട സന്യാസ സമൂഹത്തിൽ നിന്നാണ് അവർ ഉണ്ടായത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു? ഇദ്ദേഹം സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വർഗീയ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുങ്ങാത്ത നിക്ഷേപമാണ്. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ അതിൻ്റെ ഒരു സ്വാധീനമാണ് ഇന്നും ഇങ്ങനെയൊക്കെ വിശുദ്ധരം ഉണ്ടാകുന്നത്. അത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ഇതിനോട് യോജിക്കണമെന്നൊന്നുമില്ല, എന്നാലും എനിക്ക് മനസ്സിലായ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. ചില കുടുംബങ്ങൾ ഭയങ്കരമായിട്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ പിന്നിലെ കാരണം ഇത് തന്നെയാണ്. അവരുടെ പൂർവികർ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി, അവരുടെ തലമുറയ്ക്കൊക്കെ വേണ്ടി ഒടുങ്ങാത്ത നിക്ഷേപം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സംഭരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരും ഒന്നും ചോദിക്കേണ്ട, കാണുമ്പോൾ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നിക്ഷേപത്തിൻ്റെ കഥ കാര്യം പറയുമ്പോൾ ഈ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവന് വേണ്ടി പറയുന്ന ഇതൊക്കെ. ഇനി അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയില്ല അങ്ങനെ ഉണ്ട് എന്നൊന്നും പറയാനാരും നിൽക്കണ്ട. താല്പര്യമുള്ളവൻ കേൾക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് പ്രാർത്ഥിക്കുക, ഈ വചനഭാഗമൊക്കെ വായിക്കുക. അപ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരും, മനസ്സിലാകാത്തവൻ. അപ്പോൾ ഈ സ്വർഗത്തിലെ നിക്ഷേപം എന്ന് പറയുന്ന കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഞാനിത് വീണ്ടും പറയാൻ കാരണം, പൊതുവെ ആളുകളുടെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടാലോ, ഇത് കഴിഞ്ഞിട്ട് നാളെയാണെങ്കിലും പള്ളിയിൽ പോകാമല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് സ്വർഗത്തിൽ കയറിയാൽ പോരെ എന്നൊക്കെയുള്ള ധാരണയുണ്ട് പൊതുവെ. സ്വർഗത്തിൽ കയറാം, ഒരു പക്ഷേ കയറിയേക്കാം, ഉറപ്പൊന്നുമില്ല, കയറിയേക്കാം. പക്ഷേ ഈ ആരുടെയെങ്കിലുമൊക്കെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും വേദനയുടെയും ഫലമായിട്ട് നമ്മളിങ്ങനെ ഗ്രേസ് മാർക്ക് കൊണ്ട് സ്വർഗത്തിൽ കയറിയെന്ന് കരുതി നമുക്ക് നിക്ഷേപമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അവിടെ ഒന്നും പറയാനൊന്നുമില്ല. കിട്ടുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് കഷ്ടി അങ്ങ് കഴിഞ്ഞു പോകാം. ഞാൻ ഈ പറയുന്ന ആത്മീയ തലം മനസ്സിലാക്കാൻ കഴിവുള്ളവൻ മാത്രം മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഒന്നും വിശദീകരിക്കാൻ പറ്റുകയില്ല. ഇത് പരിശുദ്ധാത്മാവ് ഓരോരുത്തരും ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ സ്വർഗത്തിൽ ഇങ്ങനെ തരം തിരിവുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ. അതുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് ഞാനുള്ള ഒറ്റ ഉത്തരവേ പറയുന്നു. 3-ാം സ്വർഗം വരെ പർദീസയിൽ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ 3-ാം സ്വർഗം എന്ന് പറയുമ്പം എല്ലാം കൂടെ ഒറ്റ സ്വർഗമാണെങ്കിൽ പിന്നെ 3-ാം സ്വർഗം എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എല്ലാം കൂടെ ഒറ്റ സ്വർഗമാണെങ്കിൽ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ സിമ്പിളായിട്ടങ്ങ് പറയണം. അപ്പോൾ അതിൻ്റെ സ്വന്തമായിട്ട് ആലോചിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മൾ അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നമ്മുടെ സഹോദരങ്ങളുടെ മാനസാന്തരത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലും ഒക്കെയുള്ള മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ചാകാൻ നേരമല്ല, ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടാൻ വേണ്ടി നമ്മൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴെങ്കിലും ഒന്ന് മാനസാന്തരപ്പെട്ടാൽ മതി കർത്താവേ എന്നല്ല പറയേണ്ടത്. ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുത്തണമേ എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും സമയത്ത് ഈ കുഴിയിലേക്കും കാലം നീട്ടിയിരിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെട്ടിട്ട് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കയറാമെങ്കിലും നിക്ഷേപമൊന്നും കയ്യിലുണ്ടാവില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാകും പിന്നീട്. അതുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ അവർക്ക് വേണ്ടിയും അവരുടെ ഇക്കാലത്ത് നിരവധി നിഷ്കളങ്കരായ മനുഷ്യർ ഇരയാക്കപ്പെടും. അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നെ സാത്താൻ വളരെയധികം ശക്തനാകിയാൽ എൻ്റെ മക്കളെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. അപ്പോൾ സാത്താൻ വളരെ ശക്തനാകിയാൽ എൻ്റെ മക്കളെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോഴും പിശാചി ശക്തനാണ്. നിസ്സാര ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അടിച്ചു വീഴ്ത്തി കൊണ്ടുപോകും. അതുകൊണ്ട് ഈ നോക്കിയിരിക്കാതെ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരിക എന്നാണ്. ഇതാതെ ഈ പിന്നെ രക്ഷപ്പെടാം, പിന്നെ മാനസാന്തരപ്പെടാം, കുറച്ച് ദിവസം കഴിയട്ടെ എന്നൊക്കെ കരുതിയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈശോ പറയുന്നത്. എൻ്റെ മക്കളെ പെട്ടെന്ന് തന്നെ സാത്താൻ വളരെയധികം ശക്തനാകിയാൽ
എൻ്റെ മക്കളെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക, ഇപ്പോൾ തന്നെ വരിക എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇത് തന്നെയാണ് മുമ്പ് ഈ പറഞ്ഞു വരുന്നതല്ല. ഇത് സാത്താൻ്റെ സാമ്രാജ്യമാണ്. ഈ ഭൂമി സാത്താൻ്റെ സാമ്രാജ്യമാണ്. അത് പറയാൻ കാരണം അതിന് തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോയോട് പിശാച് പറയും, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ ലോകം മുഴുവൻ എൻ്റെയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഞാൻ നിനക്കിതെല്ലാം തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈശോ തിരിച്ചൊന്നും പറയുന്നില്ല. ഇത് സാത്താൻ്റെ ആയതുകൊണ്ട് ഈശോ ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താ, ഈ പിശാചിൻ്റെ ആണെന്ന് ഈശോയ്ക്ക് അറിയാം. ഇത് പിശാചിൻ്റെ അല്ലെങ്കിൽ ഈശോ അന്നേരം പറഞ്ഞു, ഇത് നിൻ്റെ അല്ല, ഇതെൻ്റെ പിതാവിൻ്റെ ആണെന്ന് ഈശോ അന്നേരം പറഞ്ഞു. ഈശോ അങ്ങനെ പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് പിശാചിൻ്റെ അടിമത്തത്തിലാണ്. പിശാചിന് ഈശോ കർത്താവ് യുഗാന്ത്യം അല്ലെങ്കിൽ അന്ത്യവിധി വരെ വിട്ടുകൊടുത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട, ഇത് പിശാചിൻ്റെ സാമ്രാജ്യമാണ്. അപ്പോൾ നമ്മളിവിടെ കിടന്ന് അധികം അഭ്യാസം കാണിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകും, അടിച്ച് വീഴിക്കും.